ഹായ് ഫ്രണ്ട്സ്, ന്യൂ ബീനിയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ഇൻ കണ്ടംപററി ഇന്ത്യ എന്ന പേപ്പറിൻ്റെ ഒന്നാമത്തെ യൂണിറ്റിലെ ബാക്കി ഭാഗങ്ങളാണ്. അനലൈസിസ് ഓഫ് കേസ് സ്റ്റഡീസ്, എഡ്യൂക്കേഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് ഫീൽഡ് എൻഗേജ്മെൻറ്റ് വിത്ത് ഡിവേഴ്സ് ഗ്രൂപ്പ്സ് എന്ന ഭാഗം നമുക്ക് നോക്കാം. നമ്മൾ ആദ്യം തന്നെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ വൈവിധ്യത്തെപ്പറ്റി പറഞ്ഞു. ഇന്ത്യൻ സമൂഹത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് അധ്യാപക വിദ്യാർത്ഥികൾക്ക് പ്രായോഗിക അനുഭവം നൽകുക എന്നതാണ് കേസ് സ്റ്റഡികളുടെയൊക്കെ പ്രധാന ലക്ഷ്യമെന്ന് പറയുന്നത്. ഒരു പ്രത്യേക സബ്ജക്റ്റ്, ഒരു പ്രത്യേക സ്ഥലം കാണാൻ പോവുക, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ വിവിധങ്ങളായ സ്ഥലങ്ങൾ, വിവിധങ്ങളായ ആളുകൾ, വിവിധങ്ങളായിട്ടുള്ള വൈവിധ്യങ്ങളായിട്ടുള്ള വ്യത്യസ്തത നിറഞ്ഞിട്ടുള്ള സ്ഥലങ്ങളുമായും ആളുകളുമായും ഒക്കെ ഇടപെടാനും അവിടെ പോയി അവിടുത്തെ കാര്യങ്ങൾ കണ്ട് മനസ്സിലാക്കാനും വിദ്യാർത്ഥികൾക്ക് സാധിക്കുന്നു. ഇപ്പോൾ ഒരു ഫീൽഡ് എൻഗേജ്മെൻ്റ് ഒക്കെ നടത്തുമ്പോൾ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയി അവിടെയുള്ള ആളുകളെയും അവിടെയുള്ള പ്രത്യേക തരം ആചാരങ്ങളെയും സംസ്കാരങ്ങളെയും ഒക്കെ മനസ്സിലാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. അങ്ങനെ പോകുന്നത് കൊണ്ട് തന്നെ അധ്യാപക വിദ്യാർത്ഥികൾക്ക് ഇന്ത്യൻ സമൂഹത്തിൻ്റെ വൈവിധ്യത്തെക്കുറിച്ച് ഒരു പ്രായോഗികമായിട്ടുള്ള നേരിട്ട് കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കുന്ന രീതി അത്തരത്തിൽ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നു എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷ്യവും. അപ്പോൾ ഈ രീതിയിലുള്ള പാഠ്യപദ്ധതി പഠിതാക്കൾക്ക് 3 തരം പ്രായോഗിക അനുഭവങ്ങളാണ് നിർദ്ദേശിക്കുന്നത്. അത് ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായി അനലൈസിസ് ഓഫ് കേസ് സ്റ്റഡീസ്. ദ്വീപുകൾ പോലെയുള്ള വിദൂര പ്രദേശത്ത് താമസിക്കുന്ന ഏതെങ്കിലും വിഭാഗങ്ങൾ, വർഗം, ഗോത്രങ്ങൾ, മതവിഭാഗങ്ങൾ, ഭാഷാ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളെ പറ്റി തിരിച്ചറിയുക. അവരുടെ കേസ് സ്റ്റഡി, അവരെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള ഗ്രൂപ്പുകളെ പറ്റി അല്ലെങ്കിൽ അങ്ങനെയുള്ള വ്യക്തികളെ പറ്റി, അങ്ങനെയുള്ള ഒരു സമൂഹത്തെ പറ്റി, അവരെ പറ്റിയുള്ള പ്രത്യേക കേസ് പഠനങ്ങളെ പറ്റി മനസ്സിലാക്കുക എന്നുള്ളതാണ് ആദ്യമായി തന്നെ ഇത്തരം ഒരു പാഠ്യപദ്ധതി വിദ്യാർത്ഥികൾക്ക് നൽകുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അതിനെയാണ് അനലൈസിസ് ഓഫ് കേസ് സ്റ്റഡീസ് എന്ന് പറയുന്നത്. ദൂരെയുള്ള സ്ഥലങ്ങളിൽ താമസിക്കുന്ന പ്രത്യേക തരം ആളുകളുടെ പ്രത്യേകതകളും സവിശേഷതകളും മനസ്സിലാക്കാൻ ഇവിടെ വിദ്യാർത്ഥിക്ക് കഴിയുന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അതുതന്നെയാണ് കേസ് സ്റ്റഡിയുടെ അനലൈസിസ് അല്ലെങ്കിൽ ഒരു കേസ് സ്റ്റഡി അവിടെ പോയി നടത്തിയ പ്രത്യേക പഠനം കൊണ്ട് നമുക്ക് നേടാനായിട്ട് കഴിയുന്നത്. രണ്ടാമതായി അനലൈസിസ് ഓഫ് എഡ്യൂക്കേഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ്. വ്യത്യസ്ത ജാതികൾ, വർഗങ്ങൾ, മതങ്ങൾ, സംസ്ഥാനങ്ങൾ മുതലായവയ്ക്കിടയിലുള്ള വിദ്യാഭ്യാസത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിലെ പ്രവേശന അനുപാതം പോലെയുള്ള വിദ്യാഭ്യാസ കേസ് പഠനങ്ങളുടെ വിശകലനം ഇന്ത്യൻ സമൂഹത്തിൽ വൈവിധ്യത്തെ പറ്റിയുള്ള അവബോധം വികസിപ്പിക്കും. നമ്മൾ ഇന്ത്യൻ സമൂഹത്തിൻ്റെ വൈവിധ്യത്തെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത ജാതികളെയും വർഗങ്ങളെയും വിവിധങ്ങളായിട്ടുള്ള മതങ്ങളെയും അതേപോലെ ഒരുപാട് സംസ്ഥാനങ്ങൾ, ആ സംസ്ഥാനങ്ങളെ പറ്റിയും ഒക്കെ ഇതിനൊക്കെ ഇടയിൽ നിന്നുകൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വിദ്യാഭ്യാസം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഇതിനിടയിലുള്ള അനുപാതം അങ്ങനെയുള്ള ഒരു കേസ് സ്റ്റഡി ആണെങ്കിൽ അത്തരത്തിൽ ഉള്ള കേസ് പഠനങ്ങൾ നടത്തുമ്പോൾ ഇവിടെയുള്ള വൈവിധ്യങ്ങളെ പറ്റിയുള്ള ഒരു അവബോധം, എത്രമാത്രം വൈവിധ്യങ്ങളാണ്, എന്തുമാത്രം വൈവിധ്യങ്ങളാണ് ഇവിടെയുള്ള നമ്മുടെ രാജ്യത്ത് നിലനിൽക്കുന്നത് എന്നുള്ളതിനെ പറ്റിയൊരു വ്യക്തമായ ധാരണ വിദ്യാർത്ഥികൾക്ക് വളർത്തിയെടുക്കുന്നതിലേക്ക് അത് നയിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയാണ് കേസ് സ്റ്റഡികളെയും ഫീൽഡ് എൻഗേജ്മെൻറ്റിനെയും പറ്റി നമുക്ക് പ്രധാനമായിട്ടും പറയാൻ പറ്റുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു നേരിട്ടുള്ള അനുഭവം, ഒരു പ്രായോഗിക അനുഭവം വിദ്യാർത്ഥികൾക്ക് ഇത്തരം പരിപാടികളിലൂടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള പരിപാടികളിലൂടെ നടത്താൻ വേണ്ടി കഴിയും, ഈ രീതിയിലുള്ള പഠനത്തിലൂടെ നടത്താൻ വേണ്ടി കഴിയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. അടുത്തതായി എ ഗ്ലോബൽ കമ്പാരിസൺ ഓഫ് GER ഇൻ ഹയർ എഡ്യൂക്കേഷൻ. ഉന്നത വിദ്യാഭ്യാസ മേഖലയിലുള്ള മൊത്ത പ്രവേശന അനുപാതത്തെപ്പറ്റി അല്ലെങ്കിൽ GERനെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എത്രമാത്രം ആണ് പ്രവേശനം നടക്കുന്നത് ഉന്നത വിദ്യാഭ്യാസത്തിന്, എത്രയാണ് അതിൻ്റെ ഒരു കണക്ക് എന്നുള്ളതാണ് നമ്മൾ പറയാൻ പോകുന്നത്. 1950-51 0.7%, 1960-61 1.4%, എന്നാൽ 2000-ൻ്റെ തുടക്കത്തിൽ 8%, 2002
11ാം പഞ്ചവത്സര പദ്ധതിയുടെ അവസാനത്തിൽ 11% എന്നിവയാണ് മൊത്ത പ്രവേശന അനുവാദത്തിൻ്റെ അല്ലെങ്കിൽ GERൻ്റെ ഒരു നിരക്ക് വർദ്ധിച്ചു വരുന്നത്. ഇത് ഇപ്പോഴും ലോക ശരാശരിയായിട്ടുള്ള 36.7% അല്ലെങ്കിൽ 75.5%, ഇതൊക്കെ കൂട്ടി നോക്കുമ്പോൾ, ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ കുറവാണ്. നമ്മുടെ GERൻ്റെ അല്ലെങ്കിൽ പ്രവേശന നിരക്കിൻ്റെ ആ ഒരു അനുപാതം എന്ന് പറയുന്നത് ഇവിടെ വളരെ കുറവാണ് എന്നുള്ളതാണ്. ലോക ശരാശരി 36.7%. വികസിത രാജ്യങ്ങൾക്ക് ഇത് 75.15%. എന്നാൽ ഇടത്തരം വരുമാനമുള്ള രാജ്യങ്ങൾക്ക് 50.7%. എങ്കിലും നമ്മുടെ വളർച്ച വളരെ കുറവാണ്. ഈ ഉന്നത പഠനം നേടാൻ പോകുന്ന വിദ്യാർത്ഥികളെ പറ്റി നോക്കുമ്പോൾ അതിലുള്ള അനുപാതം, അതിലങ്ങനെ പോകുന്നവരുടെ എണ്ണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു കണക്ക് വളരെ കുറവാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. ഓരോ പദ്ധതി കാലയളവിലും 5% എൻറോൾമെൻറ്റ് നിരക്ക് 5% വെച്ച് കൂടിയാൽ പോലും വികസിത രാജ്യങ്ങളുടെ അടുത്തെത്താൻ 1/4 നൂറ്റാണ്ടിലധികം ഇനിയും വേണ്ടി വരും എന്നുള്ളതാണ് ഒരു സത്യമായിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ കമ്പാരിസൺ. ലോകത്തിലെ മറ്റു മേഖലകളുമായി ഇന്ത്യയിലെ GERൻ്റെ താരതമ്യമാണ്. വളരെ വലിയ ജാതീയതയും വർഗീയതയും ഒക്കെ വർദ്ധിച്ചു വരുന്ന ഒരവസ്ഥ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇങ്ങനെ ഒരുപാട് വർഗീയതയും ജാതീയതയും ഒക്കെ വർദ്ധിച്ചു വരുന്ന സമയത്ത് എല്ലാവരും ആയിട്ടുള്ള ഒരു ഒത്തൊരുമയും ഐക്യവും ഒക്കെ ഇല്ലാതെ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇല്ലാതായിക്കൊണ്ടിരിക്കുമ്പോൾ അത് ബാധിക്കുന്നത് നമ്മുടെ രാജ്യത്തിൻ്റെ ആ ഒരു നിലനിൽപ്പിനെ തന്നെ ആയിരിക്കും. കാരണം വൈവിധ്യങ്ങളുടെ രാജ്യമായിട്ടുള്ള നാനാത്വത്തിൽ ഏകത്വം എന്ന തത്വത്തിൽ വിശ്വസിക്കുന്ന നമ്മളെപ്പോലെയുള്ള ഒരു ജനത, അവിടെ എല്ലാവരും ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു ശരിയായിട്ടുള്ള രാജ്യമായിട്ട്, അല്ലെങ്കിൽ എല്ലാവരും ഒന്നായി ഒറ്റക്കെട്ടായി നിൽക്കുമ്പോൾ മാത്രമാണ് ഒരു വികസനത്തിലേക്കും ഒരു വളർച്ചയിലേക്കും അല്ലെങ്കിൽ ഒരു സമാധാനത്തിലേക്കും ഇന്ത്യയിലെ ജനങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് എത്താൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു ദേശീയത, നമ്മളെല്ലാവരും ഒന്നാണ്, ഒരു ദേശത്തുള്ളവരാണ് എന്നുള്ള ആ ഒരു മനോഭാവം എല്ലാവരുടെയും ഉള്ളിൽ വളർത്തിയെടുക്കേണ്ട ഒരു ആവശ്യകത ഈ ഒരു സമയത്ത് വളരെ കൂടുതലാണ്. നമ്മളൊരു രാജ്യത്ത് താമസിക്കുന്നവരാണ്, അതിനാൽ തന്നെ ഒന്നിച്ച് നിൽക്കേണ്ടതാണ്, വൈവിധ്യങ്ങളെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒന്നിച്ച് നിൽക്കേണ്ടതാണ് എന്നുള്ള ഒരു സത്യത്തിലേക്ക് എല്ലാവരും എത്തിയാൽ മാത്രമേ നമുക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ ഒരു വളർച്ച അല്ലെങ്കിൽ സമാധാനപരമായിട്ടുള്ള ഒരു ജീവിതം ഒക്കെ സാധ്യമാവുകയുള്ളൂ. അടുത്തതായി രണ്ടാമത്തെ ഘടകമാണ്, അത് സോഷ്യൽ ഓർഡറാണ്. അതൊരു സാമൂഹ്യ ക്രമമാണ്. നമുക്ക് ഒരു പ്രത്യേക സാമൂഹിക ഘടനയുണ്ട്. അത് പ്രത്യേകവും പരസ്പരാശ്രിതവുമായ സ്ഥാപനങ്ങളുടെ ഒരു വ്യതിരിക്തമായ ക്രമീകരണമാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇന്ത്യൻ സാമൂഹ്യ ക്രമത്തിൻ്റെ ഘടകങ്ങൾ എന്നുള്ളത് നോക്കാം. അപ്പോൾ ഇന്ത്യക്കൊരു സാമൂഹിക ക്രമമുണ്ട്. അത് പരസ്പരം ആശ്രയിച്ച് നിൽക്കുന്ന സ്ഥാപനങ്ങളുടെ ഒരു ക്രമീകരണമാണ്, അല്ലെങ്കിൽ അങ്ങനെയുള്ള അത്തരത്തിലുള്ള ഒരു ക്രമീകരിച്ച് നിൽക്കുന്ന ഒരു കൂട്ടമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ എന്തൊക്കെയാണ് അങ്ങനെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ ക്രമം, അല്ലെങ്കിൽ അതിൽ വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് ഇനി പറയാൻ പോകുന്നത്. ഒന്നാമത്തെ ഘടകം ഫാമിലി ആൻഡ് കിൻഷിപ്പ്. അപ്പോൾ കുടുംബത്തെ പറ്റി പറയുമ്പോൾ ആ രീതിയിൽ ഉള്ള ഒരു ക്രമം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യയിൽ കുടുംബത്തിന് ഉയർന്ന പരിഗണന നൽകിയിട്ടുണ്ട്. ഒരു വലിയ പരിഗണന തന്നെയാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുടുംബം എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ്. നമ്മുടെ സമൂഹത്തിലെ, ഇന്ത്യൻ സമൂഹത്തിലെ ഒരു സാമൂഹിക ക്രമത്തിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത്. സാമൂഹ്യവൽക്കരണത്തിനും സാമ്പത്തികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കും ഒരു ധാർമ്മിക വികസനം ഉണ്ടാവുന്നതിനും, അപ്പോൾ എല്ലാവരും തമ്മിൽ ഒരു യോജിച്ചുള്ളൊരു പ്രവർത്തനം ഉണ്ടാകുന്നതിന് ഒന്നാമത്തെ ഒരു ഘടകം, ഒരു ഓർഡർ ഉള്ളതിന് ഒന്നാമത്തെ ഒരു ഘടകമെന്ന് പറയുന്നത് കുടുംബമാണ്. എന്നാൽ കുടുംബത്തെ പറ്റി പറയുമ്പോഴും ചില പ്രശ്നങ്ങൾ ഇവിടെ കാണാനായിട്ട് സാധിക്കും. കുടുംബ മൂല്യങ്ങൾ ഇവിടെ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥ നമുക്ക് കണ്ടെത്താൻ കഴിയും. നമ്മൾ വാർത്തയൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ എന്താണ്, ആരാണ് അച്ഛൻ, ആരാണ് അമ്മ, ഇതൊന്നും മനസ്സിലാവാത്ത രീതിയിൽ എല്ലാവരും പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു തകർച്ചയാണ് ഇവിടെ ഉണ്ടാകുന്നത്. അപ്പോൾ അത് ആ ഒരു ഇത് മാറ്റി നിൽക്കൊണ്ട് എല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ ആ ഒരു ക്രമം, ആ ഒരു കുടുംബത്തിൻ്റെ ഒരു ക്രമം, അങ്ങനെ ആ ഒരു ഓർഡർ നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് കുടുംബത്തിൻ്റെ ഒരു ഒന്നാമത്തെ ഘടകം. രണ്ടാമതായിട്ട് എക്കണോമിക് ഓർഡറാണ്. സാമൂഹിക ക്രമത്തിലെ ഒന്നാമത്തെ ഘടകം നമ്മൾ പറഞ്ഞു, അത് കുടുംബം ഒക്കെയാണ്. രണ്ടാമത്തത് എക്കണോമിക് ഓർഡർ. എന്താണ് ഒരു സാമ്പത്തിക ക്രമം? സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രമം എന്താണ്? ഇന്ത്യൻ സമൂഹത്തിൽ സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള വിടവ് വർദ്ധിച്ചു വരികയാണ്. ഇത് സമൂഹത്തിലെ വിഭവങ്ങളുടെ അസമമായ വിതരണത്തിൻ്റെ
സൂചകമാണ്. ഈ സാമ്പത്തിക അസമത്വം ഇല്ലാതാക്കാൻ ഇന്ത്യൻ സമൂഹം പ്രവർത്തിക്കണം. അപ്പോൾ രണ്ടാമതായിട്ടുള്ള ഒരു ക്രമം സാമ്പത്തിക ക്രമമാണ്, അല്ലെങ്കിൽ ഒരുതരം എക്കണോമിക് ഓർഡറാണ്. നമ്മുടെ സമൂഹത്തിൽ സമ്പന്നരുമുണ്ട്, അതേപോലെ ദരിദ്രരുമുണ്ട്. പക്ഷേ ഇവർ തമ്മിൽ ഉള്ള വിടവ് വളരെ വർദ്ധിച്ചു വരികയാണ്. അപ്പോൾ ഒരു ഭാഗത്ത് സമ്പന്നർ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ മറുഭാഗത്ത് ഒരുപാട് ആളുകൾ ദരിദ്രരായിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? അപ്പോൾ എല്ലാവർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സമ്പത്ത് എല്ലാവർക്കും ഒരുപോലെ കിട്ടുന്നില്ല. അപ്പോൾ അവിടെ ഒരു അസമത്വം ഉണ്ടാവുകയാണ്. ഒരു വിഭാഗം സമ്പന്നരായിട്ട് എല്ലാ സുഖങ്ങളും അനുഭവിച്ച് പണമൊക്കെ അനുഭവിച്ച് ജീവിക്കുന്നു. എന്നാൽ മറ്റു ചിലർ ദരിദ്രരായിട്ട് അന്നത്തെ വക തേടാൻ വേണ്ടി കഷ്ടപ്പെട്ട് ജീവിക്കുന്ന അങ്ങനെയുള്ള ദരിദ്രരായിട്ടുള്ള പാവപ്പെട്ട ആളുകളും ഇവിടെയുണ്ട്. അപ്പോൾ നമ്മുടെ സമൂഹത്തിലെ വിഭവങ്ങൾ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കാരണം. അപ്പോൾ സമ്പന്നന്മാരുടെ മാത്രം കയ്യിൽ സ്വത്തും സമ്പത്തുമൊക്കെ കുമിഞ്ഞുകൂടുകയും ദരിദ്രർക്ക് ഒന്നും കിട്ടാതെയും ഇരിക്കുന്നതിൻ്റെ ഒരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് തന്നെ സമൂഹത്തിലുള്ള വിഭവങ്ങൾ ഒരേപോലെ വിതരണം ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു പ്രശ്നമാണ്. അപ്പോൾ ഈ ഒരു അസമത്വം, ഇങ്ങനെയുള്ള ദരിദ്രരും സമ്പന്നരും തമ്മിലുള്ള ഒരു വലിയ വിടവ്, ഒരു അസമത്വം, ദരിദ്രരായി തന്നെ ഒരു വിഭാഗം മാറിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ ഇതൊക്കെ ഒരു പ്രശ്നമാണ്, നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു പ്രശ്നമാണ്. ഈ സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ, ഇങ്ങനെയുള്ള പണമില്ലാത്ത അവസ്ഥ, ഒരു വിഭാഗം ജനങ്ങൾക്ക് ഒന്നും കിട്ടാത്ത അവസ്ഥ, ഇതൊക്കെ മാറുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ രാജ്യത്ത് എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. അല്ലെങ്കിൽ ആ ഒരു രീതിയിലുള്ള മാറ്റത്തിന് കൂടി നമുക്ക് കഴിഞ്ഞാൽ മാത്രമേ ഇന്ത്യയുടെ ആ ഒരു വൈവിധ്യം, ഇന്ത്യയുടെ ആ ഒരു മനോഹാരിത നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്തൊരു ക്രമം എന്ന് പറയുന്നത്, സാമ്പത്തിക ക്രമമാണ്. അടുത്തതായി പൊളിറ്റിക്കൽ ഓർഡറാണ്. ഇന്ത്യ പോലുള്ള ഒരു ജനാധിപത്യ രാജ്യത്ത് വിഭവങ്ങളുടെ തുല്യമായ വിതരണം ഉറപ്പാക്കുന്നതിനും നിയമവാഴ്ചയോടുള്ള ബഹുമാനത്തിനും സാമൂഹിക വിരുദ്ധ പ്രവർത്തനങ്ങൾ തടയുന്നതിനും പ്രധാനമായിട്ടുള്ള ഒരു ഏജൻറ്റ് രാഷ്ട്രീയ സംവിധാനമാണ്. നിർഭാഗ്യവശാൽ ഇന്ത്യയിലെ നിലവിലെ രാഷ്ട്രീയ വ്യവസ്ഥ രാജ്യത്ത് അഭികാമ്യമായ രാഷ്ട്രീയ ക്രമം നിലനിർത്തുന്നതിൽ ഫലപ്രദമല്ലാതായി മാറി. അതിനാൽ ഇന്ത്യൻ സമൂഹത്തിൻ്റെ പ്രധാന അഭിലാഷങ്ങളിലൊന്ന് രാഷ്ട്രീയ ക്രമത്തെ പറ്റിയുള്ള സംവേദനക്ഷമതയാണ്. അപ്പോൾ എന്താണ് അടുത്ത ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അടുത്ത ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഒരു ആവശ്യം എന്താണ്? ഇന്ത്യ പോലുള്ള ജനാധിപത്യ രാജ്യം, നമ്മൾ പറഞ്ഞു ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമാണ്. ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ചെയ്യുന്ന അത്തരത്തിലുള്ള ഒരു ജനാധിപത്യം നിലനിൽക്കുന്ന രാജ്യമാണ് ഇന്ത്യ. നമ്മൾ സാർവത്രിക വോട്ടവകാശമൊക്കെ ഉണ്ട്, 18 വയസ്സ് കഴിഞ്ഞാൽ എല്ലാവർക്കും വോട്ട് ചെയ്ത് അങ്ങനെയൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നൊരു ജനതയാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ രാഷ്ട്രീയ സംവിധാനമുണ്ട്. തിരഞ്ഞെടുക്കപ്പെട്ട മന്ത്രിമാർ വിജയിക്കുന്നു, അങ്ങനെ അവർ ജനങ്ങൾക്ക് വേണ്ടി രാജ്യഭരണം അല്ലെങ്കിൽ ഭരണം നടത്തുന്നു. പക്ഷേ ഇവിടെ ഇന്ത്യയിലുള്ള ഇപ്പോഴുള്ള ഒരു വ്യവസ്ഥ എന്ന് പറയുന്നത് രാജ്യത്ത് ഒരു രാഷ്ട്രീയ ക്രമം, ഒരു ഓർഡർ നിലനിർത്തുന്നതിന് അത്ര ഫലപ്രദമായിട്ടുള്ളതല്ല എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ പൊളിറ്റിക്കൽ ഓർഡറുമായി ബന്ധപ്പെട്ട് രാജ്യത്ത് നിൽക്കുന്നുമുണ്ട്. അതുകൊണ്ട് ഇന്ത്യൻ സമൂഹത്തിൻ്റെ മറ്റൊരു അഭിലാഷം എന്ന് പറയുന്നത് ഈ ഒരു പൊളിറ്റിക്കൽ ഓർഡർ, ഒരു രാഷ്ട്രീയമായിട്ടുള്ള സമാധാനപരമായിട്ട് എല്ലാവരും രാഷ്ട്രീയപരമായി മുന്നോട്ട് പോകുന്ന ഒരു ക്രമം നിലനിർത്തുക എന്നുള്ള ആ ഒരു രീതിയിലേക്ക് കൂടി നമ്മൾ മാറി പോകേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആ ഒരു ക്രമത്തെ പറ്റി പറഞ്ഞു, രാഷ്ട്രീയ ക്രമം. അടുത്തതായിട്ട് റിലീജിയസ് ഓർഡറാണ്. മതങ്ങൾ ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ്. നമ്മുടെ ഇന്ത്യൻ സമൂഹത്തിൽ വളരെ പ്രധാനമായിട്ടുള്ളൊരു സ്ഥാനമാണ് മതം പങ്കുവഹിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഈ വീഡിയോ കാണുന്നവരൊക്കെ തന്നെ ഏതെങ്കിലും ഒരു മതത്തിൽ പെട്ടവരായിരിക്കും. അപ്പോൾ റിലീജിയസ് ഓർഡർ, മതങ്ങൾ സമൂഹത്തിന് സമാധാനവും ഐക്യവും നൽകുന്നു. അവ അടിസ്ഥാനപരമായി മനുഷ്യൻ്റെ നിലനിൽപ്പിന് സഹായിക്കുന്ന വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും കൂട്ടമാണ്. എന്നാൽ തീവ്രവാദികൾക്കും വർഗീയവാദികൾക്കും ഇത് ദുരുപയോഗം ചെയ്യാൻ കഴിയും. മതപരമായ ഐക്യത്തിൻ്റെയും സഹിഷ്ണുതയുടെയും സംരക്ഷണത്തിനായും ഇന്ത്യ നിരന്തരം ആഗ്രഹിക്കണം. മതപരമായിട്ടുള്ളൊരു ഓർഡറാണ്. അതായത് നമ്മുടെ സമൂഹത്തിൽ വൈവിധ്യങ്ങളുണ്ട് എന്ന് നമ്മൾ പറഞ്ഞു. അതുകൊണ്ട് തന്നെ ഒരുപാട് മതങ്ങളും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. സമൂഹത്തിനൊരു സമാധാനവും ഐക്യവും നൽകുന്നതിന് മതങ്ങൾക്ക് കഴിയും. അതായത് എല്ലാവരും ഒരുമിച്ച് നിർത്താനും, അതേപോലെ വിവിധ മതങ്ങളുമായി സംയോജിച്ചുകൊണ്ട് നിൽക്കാനും ആ ഒരു രീതിയിൽ മതങ്ങൾ ഇവിടെ നല്ലതാണ്. പക്ഷേ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്?
തീവ്രവാദികൾക്കും വർഗീയവാദികൾക്കുമൊക്കെ മതത്തിനെ ദുരുപയോഗം ചെയ്യാൻ പറ്റും. വർഗീയതയുടെ പേരിൽ അവർക്ക് മതചിന്ത എല്ലാവരുടെയും ഉള്ളിൽ വളർത്തിക്കൊണ്ട് ആ ഒരു ഐക്യവും ഒരു എല്ലാ മതങ്ങളും ഒരുമിച്ച് നിൽക്കുന്ന ആ ഒരു അവസ്ഥയുമൊക്കെ മാറ്റി ഒരു മതത്തിന് മാത്രം പ്രാധാന്യം ആ രീതിയിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ആ ഒരു ഓർഡർ മതപരമായിട്ടുള്ള ഒരുപാട് മതങ്ങൾ ഒരുമിച്ച് നിൽക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. ഇവിടെ ഒരുപാട് മതങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞു ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യൻ, സിക്കിം, പാഴ്സി എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് മതങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ മതങ്ങളൊക്കെ ഒരുമിച്ച് നിൽക്കുമ്പോൾ മാത്രമേ ആ ഒരു ക്രമം, ആ ഒരു സാമൂഹ്യ ക്രമം, ആ ഒരു ഓർഡർ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ ഒരു മതത്തിന് മാത്രം പ്രാധാന്യം അല്ലെങ്കിൽ മറ്റു മതങ്ങൾക്കെതിരെയുള്ള മതവികാരത്തെ വ്രണപ്പെടുത്തൽ എന്ന് പറയുന്ന പരിപാടിയൊക്കെ മാറ്റി വെച്ച് കഴിഞ്ഞാൽ മാത്രമേ നമ്മുടെ സമൂഹത്തിന്, ഇന്ത്യൻ സമൂഹത്തിനൊരു മതപരമായിട്ടുള്ള ഒരു ക്രമത്തിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കൂ എന്നുള്ളതാണ്. അതായത് എല്ലാ മതങ്ങളും ഒരുമിച്ച് ഒരു സാഹോദര്യ ബന്ധത്തോടെ, ഒരു ഒത്തൊരുമയോടെ, കൂട്ടായ്മയോടെ മറ്റുള്ള മതങ്ങളെയും ഒക്കെ ഉൾക്കൊണ്ടുകൊണ്ട് ഒരുമിച്ച് നിന്നാൽ മാത്രമേ ആ ഒരു ക്രമം നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റൂ എന്നുള്ളതാണ്. നമുക്കറിയാലോ, ഇപ്പോൾ ഞാൻ ഹിന്ദുക്കാരനാണ്, ഞാൻ ഹിന്ദുവിനോട് മാത്രമേ വേണ്ടൂ എന്ന് പറഞ്ഞ് മാറി നിൽക്കാതെ മറ്റുള്ള എല്ലാ മതങ്ങളെയും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് മറ്റുള്ളവരുടെ മതങ്ങൾക്ക് അവരുടേതായ വിശ്വാസങ്ങളുണ്ട്, അവരുടെ രീതികളുണ്ട്, അതിനെയൊക്കെ ബഹുമാനിച്ചുകൊണ്ട് നിൽക്കുന്ന ആ രീതിയിൽ നിന്നാൽ മാത്രമേ ഒരു ഓർഡർ ഇവിടെ മതപരമായിട്ട് വളർന്നു വരാൻ പറ്റുകയുള്ളൂ. അടുത്ത ക്രമം എന്ന് പറയുന്നത് ലീഗൽ ഓർഡറാണ്. ഒരു നിയമപരമായിട്ടുള്ള ഒരു ക്രമം ഇവിടെ ഉണ്ട്. സാമൂഹിക ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതിന് വേണ്ടിയാണ് ഒരു നിയമങ്ങളൊക്കെ രൂപപ്പെടുത്തിയിരിക്കുന്നത്. സാമൂഹിക ജീവിതത്തിൻ്റെ നടത്തിപ്പിനായി രൂപപ്പെടുത്തിയ നിയമങ്ങൾ എന്ന നിലയിൽ ഏതൊരു സമൂഹത്തിനും നിയമങ്ങൾ അത്യാവശ്യമാണ്. ഈ നിയമലംഘനങ്ങൾക്ക്, ഈ നിയമങ്ങൾ ലംഘിച്ചാൽ അതിന് ശിക്ഷ ലഭിക്കുന്നു. നമുക്കറിയാം ഇവിടെ ഒരുപാട് നിയമങ്ങളുണ്ട്. കോടതി, പോലീസ്, അങ്ങനെ ഇതൊക്കെ നിയമം സംരക്ഷിക്കാൻ വേണ്ടിയും ജനങ്ങളെ അത് സംരക്ഷിക്കുന്നുണ്ടോ, നിയമത്തിന് അനുസരിച്ച് നിൽക്കുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയുമുള്ള ഒരു ക്രമമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ലീഗൽ ഓർഡർ, ഒരു നിയമപരമായ ക്രമം നമ്മുടെ രാജ്യത്ത് ശരിക്കും നിലനിൽക്കുന്നുണ്ട്. ഇതെന്തിനു വേണ്ടിയാണ്? ഇന്ത്യയിലെ ജനങ്ങൾ വൈവിധ്യങ്ങളെയും വ്യത്യസ്തരായ ആളുകളെയും ഒക്കെ ബഹുമാനിച്ചുകൊണ്ട് ആർക്കും ഒരു ഹാനി വരുത്താത്ത രീതിയിൽ ഒരുമിച്ച് കൂട്ടായി നിന്നാൽ മാത്രമേ ആ ഒരു ഐക്യവും സമാധാനവും ഒക്കെ എല്ലാ കാലവും നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ അക്രമങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി, അനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങളെ, അനാവശ്യമായിട്ടുള്ള രീതികളെയൊക്കെ മാറ്റുന്നതിന് വേണ്ടി ഇവിടെ ഒരു നിയമത്തിൻ്റെ ഒരു സംരക്ഷണം ജനങ്ങൾക്കുണ്ട്. ഒരു നിയമക്രമം ഇവിടെ നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അതാണ് അടുത്തൊരു ഓർഡറായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്. ലീഗൽ ഓർഡറാണ്. നിയമത്തിൻ്റേതായിട്ടുള്ള ഒരു ചട്ടക്കൂട് അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ക്രമം. അപ്പോൾ നമ്മൾ സാമൂഹ്യ ക്രമത്തെ പറ്റി പറഞ്ഞു. ഇനി മൂന്നാമത്തെ വിഭാഗം സോഷ്യൽ ജസ്റ്റിസ് ആണ്, അല്ലെങ്കിൽ സാമൂഹ്യ നീതിയാണ്. ആധുനിക ഇന്ത്യയിലെ ഏറ്റവും പ്രകടമായ അസമത്വങ്ങളിലൊന്ന് സമ്പത്ത്, അടിസ്ഥാന സേവനങ്ങൾ എന്നിവയുടെ അസമമായ വിതരണമാണ്. ഇന്ത്യൻ ജനസംഖ്യയുടെ 40% കടുത്ത ദാരിദ്ര്യത്തിലാണ് ജീവിക്കുന്നത്. ജീവിതത്തിലെ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ രാജ്യത്തെ സ്ത്രീകൾക്ക് കഴിയുന്നില്ല. ഇക്കാര്യത്തിൽ ഏറ്റവും നിർണായകമായ ഏക ഘടകം രാജ്യത്തെ എല്ലാ കുട്ടികൾക്കും വിദ്യാഭ്യാസത്തിന് തുല്യ അവസരം നൽകുക എന്നുള്ളതാണ്. സാമൂഹിക നീതിയെപ്പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ആധുനിക ഇന്ത്യ ഒരുപാട് വികസിച്ച് വന്ന നമ്മുടെ രാജ്യം ഒരുപാട് മുന്നേറി. അപ്പോൾ ഇവിടെ എന്നിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അസമത്വം, ഇപ്പോഴും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു അസമത്വം, ഒരു പ്രശ്നം എന്ന് പറയുന്നത് സമ്പത്ത് അല്ലെങ്കിൽ അടിസ്ഥാനമായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഇതൊന്നും ഒരുപോലെ എല്ലാവർക്കും ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ലഭിച്ചിരുന്നെങ്കിൽ ഇന്ത്യയുടെ ജനസംഖ്യയിലെ 40% പേർ, അത്രയും വലിയൊരു ശതമാനം ആളുകൾ കടുത്ത ദാരിദ്ര്യത്തിൽ ജീവിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാവില്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഉണ്ടാകുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഒരേപോലെ എല്ലാവർക്കും ഇതൊന്നും ലഭിക്കുന്നില്ല. അതൊക്കെ എല്ലാവർക്കും ഒരേപോലെ ലഭിക്കുന്നൊരവസ്ഥ ഉണ്ടാവുന്നില്ല. ഒരു വിഭാഗത്തിന് മാത്രം സമ്പത്തും അധികാരവും കിട്ടുന്നു, മറ്റു വിഭാഗങ്ങൾ പാവപ്പെട്ടവരായി തുടരുന്നു. ഈ ഒരു അവസ്ഥ ഉള്ളിടത്തോളം കാലം ഇതിന് മാറ്റം വരുന്നില്ല. സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അടിസ്ഥാന ലക്ഷ്യങ്ങൾ നിറവേറ്റാൻ കഴിയാത്ത സ്ത്രീകൾ ഇവിടെയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന ഈ ഒരു സമൂഹത്തിൽ ഇവിടെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ, ഇതിനൊക്കെ ഒരു മാറ്റം കൊണ്ടുവരണമെങ്കിൽ വിദ്യാഭ്യാസം നൽകുക എന്നുള്ളതാണ്. കൂടുതൽ വിദ്യാഭ്യാസങ്ങളും കൂടുതൽ യോഗ്യതകളും കൂടുതൽ പഠനവും അറിവും നേടി മാത്രമേ ആളുകൾക്ക് ഒരു മാറ്റത്തിലേക്ക്, ഒരു ഉയർച്ചയിലേക്ക് മാറാൻ പറ്റൂ എന്നുള്ളൊരു സത്യമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. നാലാമത്തെ കാര്യം യൂണിവേഴ്സലിസമാണ്. ഇന്ന് ലോകത്തെ ഒരു ആഗോള ഗ്രാമം എന്നാണ് വിളിക്കുന്നത്. വിവര ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ അഭൂതപൂർവമായ വികാസം ഭൂമിശാസ്ത്രപരമായ അതിരുകളെയും സാംസ്കാരിക തടസ്സങ്ങളെയും ഭേദിച്ചിരിക്കുന്നു. ഓരോ രാജ്യവും ലോകക്രമത്തിൻ്റെ ഉൽപ്പാദനപരമായ ഭാഗമാണ്.
അന്താരാഷ്ട്ര സഹകരണത്തിൻ്റെയും സമാധാനത്തിൻ്റെയും ആവശ്യകതയും ലോക സമാധാനവും സുരക്ഷയും നിലനിർത്തുന്നതിൽ ഇന്ത്യയുടെ പങ്കും പണ്ഡിറ്റ് നെഹ്റു എടുത്തു കാണിച്ചിട്ടുണ്ട്. ലോകത്തെ വിളിക്കുന്നത് ഒരാഗോള ഗ്രാമം എന്നുള്ളതാണ് രീതിയിലാണ്. അത് വിവര വിനിമയ സാങ്കേതിക വിദ്യകളൊക്കെ വളരെ വലിയ രീതിയിൽ വളർന്നു വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ അതിരുകളൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഏത് ലോകത്തുള്ളവർക്കും പരസ്പരം കാണാനും സംസാരിക്കാനും ഒക്കെയുള്ള അവസരങ്ങൾ സാങ്കേതിക വിദ്യയുടെ ഭാഗമായിട്ട് കിട്ടുന്നുണ്ട്. അത് നമുക്ക് അറിയാൻ കഴിയും. ഇൻ്റർനെറ്റൊക്കെ വളർന്നു വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ വേറെയുള്ള സ്ഥലത്തുള്ള ആളുകളെ നമുക്ക് സംസാരിക്കാനും വീഡിയോ കോൾ ചെയ്യാനും ഒക്കെ അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഓരോ രാജ്യവും ലോകക്രമത്തിൻ്റെ ഒരു ഭാഗമാണ്. നമ്മളെല്ലാ രാജ്യവും ഒന്നാണ്. അതുകൊണ്ട് തന്നെ ഈ രീതിയിൽ അന്താരാഷ്ട്രപരമായിട്ട് എല്ലാവരും സഹകരിച്ചും ഒരു സമാധാനപരമായും എല്ലാ രാഷ്ട്രങ്ങളും ഒന്നിച്ചു നിന്നുകൊണ്ട് ഒരു സമാധാനത്തിന് വേണ്ടി നിലനിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ രാജ്യവും മുന്നോട്ട് പോകേണ്ടത്. എല്ലാ രാഷ്ട്രങ്ങളെയും ഒന്നായി കണ്ടുകൊണ്ട് ആ രീതിയിലായിരിക്കണം രാജ്യത്തിൻ്റെ ഓരോ പ്രവർത്തനങ്ങളും എന്നുള്ളതാണ്. ഒരു രാജ്യത്തിന് എതിരെ അല്ലെങ്കിൽ ആ രീതിയിലല്ലാതെ എല്ലാത്തിനെയും ഒരുമിച്ച് കാണുന്ന ഒരു അവസ്ഥ, അത് തന്നെയാണ് ഇതിൻ്റെ മെയിൻ പോയിൻ്റ്. എല്ലാവരെയും ഒന്നായി കാണുക, അല്ലെങ്കിൽ അദ്വൈതം, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ ഒരു കാര്യം തന്നെയാണ്. അടുത്തത് പ്ലൂറലിസമാണ്. ബഹുസ്വരത എന്നത് യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടുന്നതിൻ്റെ മൂല്യമാണ്. അത് വ്യക്തിയെ പ്രപഞ്ചവുമായി പൊരുത്തപ്പെടുത്തുന്നു. ഇന്ത്യൻ സംസ്കാരത്തിലെ ബഹുസ്വരതയുടെ പ്രമേയം ചരിത്രപരമായ ആവശ്യകതയിൽ നിന്ന് ഉരുത്തിരിഞ്ഞതാണ്. കൂടാതെ ഹിന്ദു തത്വചിന്ത പിന്തുണയ്ക്കുന്ന ഹിന്ദു മതപരമായ ആചാരങ്ങളിൽ പ്ലൂറലിസത്തിൻ്റെ അല്ലെങ്കിൽ ബഹുസ്വരതയുടെ ഒരു അടിത്തറ കണ്ടെത്താൻ വേണ്ടി സാധിക്കും. അപ്പോൾ ഇവിടെ ബഹുസ്വരമായിട്ടുള്ള ഒരുപാട് ആളുകളും ഒരുപാട് വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ നിലനിൽക്കുന്ന ഒരു സമൂഹമായതുകൊണ്ട് തന്നെ അതിനെ മനസ്സിലാക്കുമ്പോൾ യാഥാർത്ഥ്യവുമായിട്ട് ഇതൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് അല്ല, അതായത് വൈവിധ്യങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഇവിടെ നിലനിൽക്കുന്നു, എല്ലാവരും ഒന്നിച്ച് നിന്നാൽ മാത്രമേ ഒരു സമാധാനപരമായിട്ടുള്ള വളർച്ച ഉണ്ടാവൂ എന്നുള്ള രീതിയിലേക്കുള്ളൊരു അറിവ് എല്ലാവർക്കും ഉണ്ടാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതാണ് ബഹുസ്വരത എന്നത് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബഹുസ്വരത വന്നു കഴിഞ്ഞാൽ അത് എല്ലാവർക്കും ഒന്നിച്ച് എല്ലാവരുടെയും ഇഷ്ടങ്ങളും എല്ലാവരുടെയും താല്പര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിക്കൊണ്ട് ആ രീതിയിൽ ഒന്നിച്ച് നിൽക്കാൻ വേണ്ടി കഴിയും. അപ്പോൾ ഹിന്ദു സംസ്കാരത്തിൻ്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഹിന്ദു തത്വചിന്ത അത് അതിൻ്റെയൊക്കെ ഭാഗങ്ങളിൽ നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അങ്ങനെ നമ്മുടെ ഒന്നാമത്തെ യൂണിറ്റ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. രണ്ടാമത്തെ യൂണിറ്റുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.